ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഒരു ഒന്നൊന്നര ത്രില്ലർ മൂവിയാണ്. അത് സാധാരണ ത്രില്ലർ മൂവിയല്ല, ഒരു സൈഫൈ ടൈം ട്രാവൽ ത്രില്ലർ മൂവി. ഇതുപോലുള്ളൊരു മൂവി നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവത്തില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2023 ഒരു സ്പാനിഷ് ടൈം ട്രാവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇസാൾട്ട, ഇംഗ്ലീഷിൽ ജംപ് എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ ഈ ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റോറിയെ പറ്റിയുള്ള വേറെ ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് 1989 കാണിക്കുമ്പോൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് ചില ചെറിയ കുട്ടികൾ ഈ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിലാണ് തിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മൂവിയിലെ നായകൻ. അവൻ ഈ ഒരു കുട്ടികളായിട്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ തിയോ ഒരു വലിയ മറഡോണ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവൻ കളിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റൈലിലാണ് ഈ ഫുട്ബോൾ കളിക്കുന്നത്. കൂടാതെ സ്വയം കമൻട്രി പറയുന്നുണ്ട്. മറഡോണ ഫാനായിട്ടുള്ള തിയോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോവാണെന്നെല്ലാം പറഞ്ഞ് നേരെ വന്നിട്ട് ആ ഒരു ഗോൾ അടിക്കുന്നു. അങ്ങനെ ഫുട്ബോൾ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനിപ്പോൾ അവൻ്റെ ബാഗ് പാക്ക് ചെയ്ത് പെട്ടെന്ന് ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ അടുത്തിരിക്കുന്ന ഒരു ചെറിയ പയ്യനുണ്ട്. അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തിയോയുടെ കയ്യിലൊരു വീഡിയോ ഗെയിം ഉണ്ട്. അത് ആ ഒരു പയ്യന് കൊടുത്ത്, ശരി ഹോംവർക്ക് എഴുതി തീർന്നില്ലേ, ബുക്കിങ് തരാൻ പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്ക് വാങ്ങി ബാഗിലേക്ക് വെച്ചിട്ട് അവൻ വീട്ടിലേക്ക് ഓടുകയാണ്. അപ്പോൾ തിയോയുടെ ഹോംവർക്ക് എഴുതാൻ വേണ്ടി ആ ചെറിയ പയ്യൻ്റെ കയ്യിൽ കൊടുത്തതാണ്. അതിന് പകരമായിട്ടാണ് അവൻ ആ ഒരു വീഡിയോ ഗെയിം അവന് കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തിയോ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറാണെന്ന്. അത് കഴിഞ്ഞ് തിയോ നല്ല വേഗതയിൽ ഓടുന്നത് എങ്ങോട്ടാണെന്നറിയോ? അവൻ്റെ വീടിൻ്റെ പുറകിലേക്കാണ്. എന്നിട്ട് വീടിന് പുറകിലുള്ള ആ ഒരു പൈപ്പിലെല്ലാം പിടിച്ച് നേരെ അവൻ്റെ റൂമിൻ്റെ ജനാല വഴി ഉള്ളിലേക്ക് കയറുന്നു. കാരണം വേറെ ഒന്നുമില്ല, തിയോ ഇതുപോലെ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ കളിക്കാനായിട്ട് പോകുന്ന കാര്യം വീട്ടിലെ ആർക്കും അറിയത്തില്ല. അതുപോലെ തിയോയുടെ വീട്ടിലുള്ളത് അവൻ്റെ സഹോദരനായിട്ടുള്ള ഓസ്കർ, പിന്നെ അവനൊരു മുത്തശ്ശിയുണ്ട്. തിയോയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ അവരുടെ കൂടെയില്ല. നമ്മുടെ ഓസ്കറിനെ പറ്റി പറയുകയാണെങ്കിൽ അവനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പയ്യനാണ്. അധികം ആരോടങ്ങനെ സംസാരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പയ്യൻ. അതും കൂടാതെ നമ്മുടെ ഓസ്കറിനെ അവൻ അത്രയും സ്നേഹിച്ച് വളർത്തുന്ന ഒരു പെറ്റായിട്ടുള്ള ആമയുണ്ട്. അങ്ങനെ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് ഓസ്കർ തിയോനെ അന്വേഷിച്ച് അവൻ്റെ റൂമിലേക്ക് വന്ന് ആ ഒരു ഡോർ തുറക്കുന്നതും മുന്നിൽ തന്നെ തിയോ നിൽപ്പുണ്ട്. അപ്പോഴാണ് തിയോ പറയുന്നത്, അല്ല ഓസ്കർ, ചോദിച്ചിട്ടൊക്കെ റൂമിനകത്തേക്ക് വരണ്ടേ? അപ്പോൾ ഓസ്കർ പറയും, ഏയ് അതുകൊണ്ടൊന്നല്ല, നീ നമ്മളാരും അറിയാതെ വീട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ട് കളിച്ചിട്ട് വന്നോ ഇല്ലൊരു സംശയം, കുറെ നേരമായിട്ട് നിന്നെ വിളിച്ചല്ലോ, അതുകൊണ്ടാണ് ഡോർ തുറന്ന് നോക്കിയത്. ഓക്കെ, നീ ഇപ്പൊ എന്തായാലും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി, ബാ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഓസ്കാറിനെ അറിയാം ഇവൻ ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ തിയോ പറയുന്നതാ, എന്നെ സംശയിക്കാണോ? ദേ ഹോംവർക്ക് എല്ലാം ഞാൻ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ എഴുതി കൊടുത്ത ഹോംവർക്ക് ആണല്ലോ അതെടുത്ത് ഓസ്കറിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോഴത്തേക്കാണ് തിയോയുടെ കാല് മുറിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോഴും തന്നെ ഓസ്കറിന് മനസ്സിലായിട്ടുണ്ട് ഇവൻ വെളിയിൽ പോയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവന്റെ കാലിലെ ആ ഒരു മുറിവിന് മരുന്നെല്ലാം വെച്ചു കൊടുത്ത് എന്തായാലും അവന്റെ മുത്തശ്ശിയോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ തിയോ ഓസ്കറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ഈ ഒരു ബുക്കെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓസ്കറിനോട് പറയുന്നത്, അല്ല തിയോ, നമുക്ക് സിനിമയ്ക്ക് പോയാലോ? അപ്പോൾ ഓസ്കർ ചോദിക്കും, അല്ല സാധാരണ നീ എങ്ങനെ വിളിക്കാറില്ലല്ലോ, എന്തു പറ്റി? ഇല്ല, മുത്തശ്ശി എന്ന പോക്കറ്റ് മണിയെല്ലാം തീർന്നുപോയി, നിന്റെ കയ്യിൽ എന്തായാലും ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഓസ്കർ പറയും, എനിക്ക് അതിനൊന്നും സമയമില്ല, ഞാൻ ഇപ്പം ചെയ്യുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോൾ തിയോ ചോദിക്കും, നീ ഇപ്പോഴും അമ്മയുടെ ബുക്കാണോ വായിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അമ്മയുടെ ബുക്ക് തന്നെയാണ് വായിക്കുന്നത്. കാരണം ഇതെല്ലാം വായിച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ അമ്മയെ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണമെന്നോ? അടുത്ത വീട്ടിലെ ആളുകളൊക്കെ എന്താണ് പറയുന്നതെന്നറിയോ? നമ്മൾ വിട്ടിട്ട് നമ്മുടെ അമ്മ മറ്റൊരാളോടൊപ്പം പോയെന്നാണ് എന്ന് തിയോ പറയുമ്പോൾ ഓസ്കർ പെട്ടെന്ന് ദേഷ്യം വിട്ടിട്ട്, തിയോ നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവർ പറയുന്നത് സത്യമല്ലെന്ന് നിനക്കറിയാം, കാരണം നമ്മുടെ അമ്മ ഒരു സയന്റിസ്റ്റ് ആണ്. അമ്മയുടെ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അമ്മ ഒരു ടൈം പോർട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അമ്മ ആ ഒരു പോർട്ടൽ വഴി വേറെ ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ ബുക്കെല്ലാം പഠിച്ച് കുറച്ചുകൂടി വലുതായിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ടൈം പോർട്ടൽ കണ്ടുപിടിച്ച് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോകും. അതാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം ഓസ്കർ പറയുമ്പോൾ തിയോ പറയും, ഹേയ് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? ടൈം ട്രാവൽ ഒന്നും ഒരിക്കലും റിയൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഓസ്കർ പറയും, ശരി ഞാൻ എന്തായാലും ഒരു ദിവസം കാണിച്ചു തരാം, നിനക്ക് അപ്പോഴേ അത് മനസ്സിലാവൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഓസ്കറിന് ഒരു ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേര് എലീന എന്നാണ്. സത്യത്തിൽ എലീനയെ ഓസ്കറിന് നല്ല ഇഷ്ടമാണ്. പക്ഷെ അവനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആ ഒരു കാര്യം ഒരിക്കലും അവളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എലീനയുടെ അച്ഛൻ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. എലീനയുടെ അച്ഛനുമായിട്ടാണ് ഓസ്കർ നല്ലതുപോലെ പരിചയമുള്ളത്, ഒരു നല്ല സുഹൃത്തിനെ പോലെ. അങ്ങനെ എലീനയുടെ അച്ഛനുമായിട്ട് ഓസ്കറിൽ നിന്ന് സംസാരിക്കുമ്പോൾ എലീനയും അതേപോലെ തന്നെ അവളുടെ സുഹൃത്തുക്കള്, പിന്നെ നമ്മുടെ തിയോ, ഇവരെല്ലാവരും സിനിമയ്ക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് എലീന ഓസ്കറിന്റെ അടുത്തേക്ക് വന്നിട്ട്,
അല്ല ഓസ്കർ, നീ ഞങ്ങളോടൊപ്പം സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഓസ്കറിന് അത്രയും സന്തോഷമായി. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവനോട് വന്ന് സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷത്തിൽ അവൻ പറയും അതെ ഞാനും വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തിയോക്കാണെങ്കിൽ നേരത്തെ ഇവൻ സിനിമയ്ക്ക് കൊണ്ടുപോകാത്തതിന്റെ ആ ഒരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് തിയോ പറയും ഏയ് അവനൊന്നും വരത്തില്ല, അവൻ അത്രയും തിരക്കുള്ള ഒരാളല്ലേ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി നടന്നിങ്ങനെ പോകുന്നതും ഇപ്പൊ നമ്മുടെ ഓസ്കറിന് മറുപടി പറയേണ്ടത് എന്താണെന്ന് പോലും അറിയത്തില്ല. അവൻ മനസ്സിൽ പറയുന്നുണ്ട് ഇല്ല ഞാനും വരുന്നു എന്ന്, പക്ഷെ ഒരിക്കലും അത് പുറത്തേക്ക് വരത്തില്ല. ഇപ്പൊ എലീനയോടൊപ്പം സിനിമ കാണാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ തിയോ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവനൊരു പണി കൊടുക്കാന്ന് തീരുമാനിച്ചു. ഓസ്കർ എന്താ ചെയ്തെന്ന് വെച്ചാല് തിയോ ഇതുപോലെ സിനിമയെല്ലാം കണ്ടിട്ട് വീടിന്റെ പുറകിലൂടെ ആ ഒരു ജനാല വഴി കയറി വരുന്നതും അവന്റെ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് വന്ന് റൂമിൽ നിർത്തി കൊടുക്കും. അതുമല്ല തിയോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശി അന്നത്തെ ദിവസം അവനെ വറുത്തെടുക്കും. അപ്പൊ ഇതുപോലൊരു പണി നമ്മുടെ ഓസ്കർ തിയോയ്ക്ക് കൊടുത്തത് കൊണ്ട് തന്നെ തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ. അതുകൊണ്ട് തിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എപ്പോഴും നമ്മുടെ ഓസ്കർ അവന്റെ അമ്മയുടെ ബുക്കുകളാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് വായിക്കാതിരിക്കാൻ വേണ്ടി അതിലൊരു ബുക്ക് എടുത്തിട്ട് ആ ഒരു ബുക്കിലെ പേപ്പർ എല്ലാം വലിച്ചു കയറി ഈ ഒരു റോക്കറ്റ് എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ പറത്തി വിടാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അതിലൊരു ബുക്കില് ഇവരുടെ അമ്മ ഒരു ടെറസിന് മുകളിൽ നിന്ന് കൈ ഇങ്ങനെ കാണിക്കുന്നത് പോലെ ഒരു ഫോട്ടോ ഉണ്ട്. അത് തിയോ എടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് വെച്ചേക്കും. അതുകൂടാതെ ഈ ഒരു ബുക്കില് ഒരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ആ ഒരു ലിസ്റ്റ് എടുത്ത് മറ്റൊരു ഡിക്ഷണറിയിൽ അവൻ ഒളിപ്പിച്ചിങ്ങനെ വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഓസ്കർ അകത്തേക്ക് കയറി വരുന്നതും തിയോ പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒരു ബുക്കും എടുത്ത് മറ്റൊരു റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ ഓസ്കർ ഈ ഒരു കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം അറിയാതെ ഓസ്കർ അവന്റെ ആ ഒരു ആമയെ എടുത്തിട്ട് മുറിയിലേക്ക് പോകുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ തിയോ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. എന്നിട്ട് അവൻ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? അവന്റെ അമ്മ ഒരു ടെറസിന് മുകളിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തല്ലോ, ആ ടെറസിന് മുകളിലേക്ക് തന്നെയാണ് അവനും പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അവന്റെ അമ്മയുടെ ആ ഒരു ഓർമ്മ വന്നതുകൊണ്ടാണ് അവൻ അവിടേക്ക് പോകുന്നത്. അങ്ങനെ അവിടേക്ക് ചെന്നിരുന്നിട്ട് അവനിപ്പോ ഒരു പഴം എടുത്തുകൊണ്ട് വന്നിരുന്നു. അതിങ്ങനെ കഴിക്കാണ്. അങ്ങനെ ആ ഒരു പഴം പൂർണ്ണമായിട്ട് കഴിച്ചു തീർത്തിട്ട് ആ ഒരു പഴത്തിന്റെ തൊലി ഉണ്ടല്ലോ അതെടുത്ത് പുറകിലേക്ക് ഒരു ഒറ്റ ഏറ് അങ്ങനെ എറിയുമ്പോഴത്തേക്കാണ് ഒരു കാര്യം. ആഹാ, വേറൊന്നുമല്ല, അവൻ ആ ഒരു പഴത്തൊലി എറിഞ്ഞ ആ ഒരു ഭാഗത്ത് ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു. ഈ ഒരു പഴത്തൊലി അതിനുള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നതും ഈ ശബ്ദം കേട്ട് തിയോ പെട്ടെന്ന് എഴുന്നേറ്റ് താഴേക്ക് നോക്കുകയാണ്. അപ്പൊ ആ ഒരു പഴത്തൊലി താഴെ കാണുന്നില്ല. അങ്ങനെ അത് എവിടെ പോയെന്ന് അറിയാതെ തിയോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ കയ്യിൽ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്, അതെടുത്ത് താഴേക്ക് ഇട്ട് നോക്കുന്നതും അതേ ആ ഒരു പോർട്ടലിനുള്ളിലേക്ക് തന്നെ ഈ ഒരു സ്കേറ്റിംഗ് ബോർഡും താഴേക്ക് പോകുന്നു. ഇത് കണ്ട തിയോക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിന്നും ആ ഒരു ടെറസിന് താഴേക്ക് ഓടി വന്നിട്ട് അവൻ എറിഞ്ഞ ആ ഒരു പഴത്തൊലിയും അതേപോലെ തന്നെ ആ സ്കേറ്റിംഗ് ബോർഡും താഴെ നോക്കുകയാണ്. പക്ഷെ രണ്ടും താഴെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവൻ വീണ്ടും മുകളിലേക്ക് ഓടി വന്നിട്ട് ഇത്തവണ ഒരു കല്ലെടുത്ത് ആ ഒരു വശത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതും അതും ഈ ഒരു പോർട്ടലിനുള്ളിലേക്ക് തന്നെ പോവാണ്. അപ്പൊ ഈ കാര്യം കണ്ടുപിടിച്ചതും ഇതെന്തായാലും ഓസ്കറിനോട് പറയാന്ന് പറഞ്ഞിട്ട് തിയോ അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഓടിച്ചെന്ന് വീടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ നമ്മുടെ ഓസ്കർ നല്ല ദേഷ്യത്തിൽ നിൽക്കുന്നു. വേറൊന്നുമല്ല, തിയോ ആൾറെഡി തന്നെ ഈ ഒരു ബുക്കെല്ലാം വലിച്ചു കയറി അവിടെ ഇട്ടിരുന്നല്ലോ. ഇത് കണ്ട് ഓസ്കർ നല്ല ദേഷ്യത്തിൽ നിൽക്കും. എന്നിട്ട് തിയോനെ വഴക്ക് പറയുമ്പോൾ തിയോ പെട്ടെന്ന് ഏയ് അത് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ക്ഷമിക്ക്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇതുപോലൊരു പോർട്ടൽ കണ്ടുപിടിച്ചു, ഇത് സത്യമാണ്, നീ എന്നെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഓസ്കർ അത് വിശ്വസിക്കത്തില്ല. അവൻ ഇവനെ കളിയാക്കുവാണെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ലതുപോലെ വഴക്കിട്ട് അടിയുണ്ടാക്കാണ്. അപ്പോഴാണ് ഇവരുടെ മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് ഏയ് വീണ്ടും തുടങ്ങിയ രണ്ടുപേരും ബാ നിങ്ങൾക്ക് ഞാൻ ബണ്ണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് കഴിക്കാൻ പറയും. എന്നിട്ട് ആ ഒരു മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോഴൊക്കെ ബണ്ണാണ് ഉണ്ടാക്കുന്നത് പോലും നമുക്കറിയത്തില്ല, ഇങ്ങനെയൊന്നുമല്ല ബണ്ണ് ഉണ്ടാക്കുന്നത്, പണ്ടത്തെ ബണ്ണ്, അതും എൻ്റെ ഭർത്താവ് എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അത് നിങ്ങളുടെ മുത്തശ്ശൻ വേറെ ലെവൽ ടേസ്റ്റാണ്. എന്ത് ചെയ്യാനായിട്ട് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. ആ ഇനി ആരായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് പോലെ ബണ്ണല്ല എനിക്ക് ഉണ്ടാക്കി തരുന്നത്, അതുപോലെ ഒരു തവണയെങ്കിലും എനിക്ക് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു എന്നല്ല ഇവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. ഇപ്പൊ ആ ഒരു മുത്തശ്ശി അവിടെ നിന്ന് പോയതും ഇവർ രണ്ടുപേരും വീണ്ടും വഴക്കിടുന്നു. ഇപ്പൊ നമ്മുടെ ഓസ്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഹേ തിയോ, നീ വന്നതുകൊണ്ടാണ് അമ്മയെ കാണാതായത്, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അമ്മ വരത്തില്ല, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അമ്മ കാണാതാവത്തില്ലായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട തിയോക്ക് നല്ല വിഷമായി. ആ ദേഷ്യത്തില് തിയോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓസ്കറിന് ഒരു പണി കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ വളർത്തുന്ന അവൻ്റെ ആമയുണ്ടല്ലോ ആ ഒരു ആമയെ എടുത്ത് നേരെ ആ ഒരു പോർട്ടലുള്ള ഭാഗം അവിടേക്ക് വന്ന ആ ഒരു ആമയെ അതിലേക്ക് എടുത്തൊരു ഒറ്റയേറ്. അങ്ങനെ ആ ഒരു പോർട്ടലിൽ വീണതും ഈ ഒരു ആമയും കാണാതാവുന്നു. ഇവിടെ നമ്മുടെ ഓസ്കർ അവൻ്റെ ആമയെ കാണാത്തത് കൊണ്ട് തന്നെ ആ ഒരു വീട് മുഴുവനായിട്ടും ഈ ആമയെ അന്വേഷിച്ച് നടക്കാണ്. പക്ഷെ എവിടെയും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ട് എലീനയുടെ ഷോപ്പ് അതേപോലെ തന്നെ തെരുവുകളിലെ പല സ്ഥലങ്ങളിലും ഇവൻ ആ ഒരു പോസ്റ്ററെല്ലാം ഒട്ടിക്കുന്നുണ്ട്. അതും കൂടാതെ അവൻ്റെ ആ ഒരു ആമയെ അതും കൂടാതെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് നല്ലതുപോലെ കരയും. അപ്പോൾ അവൻ്റെ മുത്തശ്ശിയാണ് അവനെ സമാധാനപ്പെടുത്തുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ തിയോയ്ക്ക് മനസ്സിലായി അവൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് തിയോ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഓക്കെ, എന്തായാലും എൻ്റെ സഹോദരൻ ഇത്രയും വിഷമിച്ചത് കാരണം ആ ഒരു ആമയെ തിരിച്ചു കൊണ്ടുവരാം. ആ ഒരു പോർട്ടലിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്തായാലും ആമയെ കൊണ്ടുവരാൻ കഴിയുമല്ലോ. അതുപോലെ തന്നെ ആമയെ കണ്ടുപിടിക്കാൻ വേണ്ടി തിയോ
ആ പോർട്ടലിന് മുകളിലേക്ക് കയറി നിന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ആ ഒരു പോർട്ടലിലേക്ക് എടുത്ത് ചാടുന്നതും നമ്മുടെ തിയോനെയും അവിടെ നിന്ന് കാണാതാവുകയാണ്. അങ്ങനെ തിയോ ആ ഒരു പോർട്ടൽ വഴി വന്ന് നിൽക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിന്റെ താഴെ തന്നെയാണ്. വന്ന് നോക്കുമ്പോൾ അതിന്റെ താഴെയായിട്ട് അവൻ തൂക്കിയെറിഞ്ഞ ആ ഒരു സാധനങ്ങളുണ്ടല്ലോ, ഈ ഒരു ആമ, സ്കേറ്റ് ബോർഡ്, പഴത്തൊലി, കല്ല്, ഈ കാര്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. അങ്ങനെ ആ ഒരു ആമയെ എടുത്തിട്ട് ഓക്കെ എന്തായാലും വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ആമയെ കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് നടന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ആ ആമയെ വീട്ടിൽ തന്നെ കൊണ്ടുവച്ചിട്ട് അവൻ നേരെ റൂമിലേക്ക് പോയി കിടന്ന് നല്ലതുപോലെ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ തിയോ രാവിലെ ആയിട്ടും അവ എഴുന്നേൽക്കുന്നില്ല, നല്ല ഉറക്കം. ഇവിടെ ഓസ്കർ ആണെങ്കിലോ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി അവൻ നേരെ ഓഫീസിലേക്ക് നടന്നു പോകുന്നു. പക്ഷെ ഇവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ തിയോ ഇപ്പോൾ ഉള്ള ആ ഒരു കാലഘട്ടം ഒരിക്കലും 1989 അല്ല, പകരം 2022. കാരണം തിയോ യൂസ് ചെയ്ത ആ ഒരു ടൈം പോർട്ടൽ വഴി 2022 അവന് വരാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓസ്കർ താടിയെല്ലാം വളർത്തി ഇത്രയും വലിയൊരാളായിട്ട് മാറിയത് തന്നെ. അപ്പോൾ തിയോ ചാടിയ ഈ ഒരു ടൈം പോർട്ടൽ അവനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വഴി മാത്രമാണ്. അപ്പോൾ ഈ കാര്യം അറിയാതെ നമ്മുടെ തിയോ വീട്ടിൽ കിടന്ന് നല്ല ഉറക്കം. ഇവിടെ വെളിയിൽ വന്ന നമ്മുടെ ഓസ്കറിനെ കാണിക്കുമ്പോൾ അവൻ നേരെ വരുന്നത് എലീനയുടെ അച്ഛൻ്റെ ആ ഒരു ഷോപ്പിലേക്കാണ്. അവിടെ വരുന്നത് എലീനയുടെ അച്ഛൻ കുറച്ച് സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അവനോട് ചോദിക്കുന്നത്, അല്ല നിന്റെ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? ആ മുത്തശ്ശിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്താണ് അവിടേക്ക് എലീന നടന്നു വരുന്നത്. 2022 ആയതുകൊണ്ട് തന്നെ എലീന അത്രയും വളർന്ന് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ലേഡിയായി മാറി. അതുമല്ല എലീനയുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് 2 കുട്ടികളുമുണ്ട്. ഓസ്കർ ഇപ്പോഴും അവൻ്റെ പഴയ ആ ഒരു സ്നേഹം ഉള്ളിൽ തന്നെ വെച്ച് അവളോട് പറയാതെ നടക്കുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എലീന ഇപ്പോൾ അവളുടെ ഭർത്താവായിട്ട് ഡിവോഴ്സ് ചെയ്തേക്കാണ്. ഇപ്പോൾ എലീന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഓസ്കർ ഒരു ഫിസിക്സ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ വീട്ടിൽ നമ്മുടെ തിയോ അവൻ 2022 പോലും അറിയാതെ 1989 രീതിയിൽ അവൻ കണ്ണു തുറന്ന് അവൻ കൊണ്ടുവന്ന ആ ഒരു ആമയുണ്ടല്ലോ അതിനെ എടുത്ത് ഓസ്കറിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയും, ഓസ്കർ നീ എവിടെയാ? നിന്റെ ആമയതേ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓസ്കറിനെ അന്വേഷിച്ച് ആ ഒരു വീട് മുഴുവൻ നടക്കുമ്പോൾ അവന്റെ മുത്തശ്ശി നേരെ അവന്റെ അടുത്തേക്ക് വരും. ഇപ്പോൾ അവരുടെ മുത്തശ്ശി നല്ല രീതിയിൽ വയസ്സായിട്ടുണ്ട്. പക്ഷെ ഇത് കാണുന്ന തിയോയ്ക്കാണെങ്കിലോ അവനൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഓസ്കർ ആണെങ്കിലേ എലീനയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു സാധനങ്ങളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പോഴാണ് അവരുടെ മുത്തശ്ശി പറയുന്നത്, ഓസ്കർ ദേ ഈ ഒരു കാര്യം കണ്ടോ, കാണാതെ പോയ നിന്റെ സഹോദരൻ തിയോ തിരിച്ചു വന്നു എന്നിങ്ങനെ പറയുന്നതും ഓസ്കർ നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ തിയോ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ കാണാതായത് അതുപോലെ തന്നെ ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കയില്ലേ. ഇത് കണ്ട് ഓസ്കറിന് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അവൻ ബോധമില്ലാതെ താഴെ വന്ന് വീഴാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ കണ്ണു പറഞ്ഞ്, ഹേയ് തിയോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ ഞാൻ തിയോ തന്നെയാണ്. അല്ല എൻ്റെ പേര് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, തിയോ ഞാൻ നിന്റെ സഹോദരനാണ് ഓസ്കർ. എന്ത് ഓസ്കറോ? ഓസ്കറിന് ഇതുപോലെ താടിയും മീശയെല്ലാം വരണമെന്നുണ്ടെങ്കിൽ ഇതേത് കാലഘട്ടാ എന്ന് തിയോ ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഓസ്കർ പറയുന്നത് ഇത് 2022. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കാണോ? അത് തന്നെ തിയോ, നീ അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കാണ്. അല്ല നീ എങ്ങനെ ഇവിടേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നേ? ആ ഒരു കാര്യം എന്നോട് പറയുമ്പോൾ തിയോ പറയും, ഇപ്പോഴാണോ അത് ചോദിക്കാനുള്ള സമയം? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞു ഞാൻ ഒരു പോർട്ടൽ കണ്ടുപിടിച്ചു എന്ന്. പക്ഷെ നീ ഒരിക്കലും കേട്ടില്ല. അന്ന് ആ അമ്മയുടെ ബുക്കെല്ലാം വരച്ച് കയറിയിട്ട് നീ എന്നെ വഴക്കുറയുന്ന സമയമല്ലേ, അപ്പോഴാണ് പാസ്റ്റിൽ തന്നെ നിന്നോട് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓസ്കർ പറയും, പിന്നെ അമ്മയുടെ ബുക്കെല്ലാം വലിച്ചു കയറിയിട്ട് തന്നെ കൊഞ്ചിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി പറയും, ഇത്രയും കാലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വഴക്ക് തീരുമെന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പോഴും അത് അവസാനിച്ചില്ലേ? അപ്പോഴാണ് തിയോ അവൻ്റെ പോകലിരുന്ന അവൻ്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചിട്ട്, ദേ അമ്മ നിൽക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ഇവിടെയാണ് ആ ഒരു പോർട്ടൽ ഉണ്ടായിട്ടുള്ളത്, അതുവഴിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഓസ്കർ പറയും, ഞാൻ അപ്പോഴേ വിചാരിച്ചിരുന്നു സ്പേസ് ടൈമിൽ ക്വാണ്ടം ലെവലിലുള്ള ടൈം പോർട്ടലുകളുണ്ട്. വേറെ വേറെ കാലഘട്ടത്തിലെ പല പല ടൈം പോർട്ടലുകൾ ഇതുപോലെയുണ്ട്, അതും പല കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ തിയോക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് തിയോ പറയും, ഓക്കെ എന്ത് തന്നെ ആവട്ടെ, ഞാനിപ്പോൾ എന്തായാലും 2022 എന്നെ തിരിച്ച് 1989 കൊണ്ടാക്കണം. നിനക്ക് നമ്മുടെ മുത്തശ്ശി അറിയാലോ, താമസിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്നെ എന്തായാലും കൊല്ലും, അതുകൊണ്ട് എന്തായാലും ഞാൻ തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞിട്ട് തിയോ അവിടെ നിന്ന് തൻ്റെ ആ ഒരു ഷർട്ടും എടുത്ത് ഇവൻ ആ ഒരു പോർട്ടലുള്ള സ്ഥലമുണ്ടല്ലോ ടെറസിന് മുകളിലേക്ക് അവിടേക്ക് രണ്ടുപേരും വന്ന് ഇതിപ്പോൾ എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് കാണിച്ചു കൊടുക്കണല്ലോ. അതുകൊണ്ട് തന്നെ തിയോ ഒരു കല്ലെടുത്ത് അവിടേക്ക് എറിയുന്നതും ഇത്തവണ ആ ഒരു കല്ല് അവിടെ ഇടിച്ചിങ്ങനെ കുതിക്കുകയാണ്. എന്നിട്ട് അത് നേരെ താഴേക്ക് വീഴുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ അവിടെ ആ ഒരു പോർട്ടല് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഇത് കണ്ട തിയോയും ഓസ്കറും നേരെ താഴേക്ക് വന്നിട്ട്, അല്ല ഇത് ഒരിക്കലും ഇങ്ങനെ നടക്കാൻ പാടില്ല, കാരണം 1989 ഈ ഒരു പോർട്ടല് വർക്കായതാണല്ലോ,
ഇപ്പൊ എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓസ്കർ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. 1989 ആ ഒരു പോർട്ടൽ വഴി മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകാൻ മാത്രമേ കഴിയത്തുള്ളൂ, തിരിച്ചു വരാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും 1989 പോകണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു പോർട്ടൽ ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവും. അതുവഴി മാത്രമേ അവർക്ക് തിരിച്ച് പഴയ കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതും കൂടാതെ ഇതുപോലെയുള്ള ഒരുപാട് പോർട്ടലുകൾ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലുണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തീയ പറയും, ശരി അങ്ങനെയാണെങ്കിൽ വാ നമുക്ക് ആ ഒരു പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് എന്നെ പറഞ്ഞു വിട് എന്ന് പറയുമ്പോൾ ഓസ്കർ പറയും, അതിനു മുന്നേ എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് തിയോനെയും കൂട്ടി നേരെ അവൻ്റെ പ്രൊഫസറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഇവർക്ക് സംഭവിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അത് ആ ഒരു പ്രൊഫസറിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അയാൾ ഒരിക്കലും ആ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഓസ്കർ തിയോനെയും കൊണ്ട് വെളിയിലേക്ക് വരുന്നതും അവിടെയാണ് തിയോ ഓസ്കറിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോൺ ഉണ്ടല്ലോ അത് കണ്ടിട്ട്, അല്ല ഇതെന്താ നീ കുറേ നേരമായിട്ട് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഫോൺ. സാധാരണ ഫോണിൽ വയറും കാര്യങ്ങളും വലിയതായിരിക്കത്തില്ലേ, ഇതെന്താ ഒരു കട്ട പോലെ ഇരിക്കുന്നേ? അപ്പോൾ ഓസ്കർ പറയും, ഇത് കാലഘട്ടം മാറിയില്ല, ഇത് 2022 ഈ കാലഘട്ടത്തിൽ ഇതുപോലെയാണ് ഫോണുകൾ ഉണ്ടാവുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, ദൂരെയുള്ള മറ്റൊരാളെ കാണാൻ കഴിയും. ഇങ്ങനെ ഫോണിൻ്റെ ആ ഒരു പ്രത്യേകതകളെല്ലാം തിയോയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ തിയോ ഇതെല്ലാം കേട്ട് നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം 1989 ഈ ഒരു ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഓസ്കറിനോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ലേഡി അതിനകത്തിരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ ഓസ്കറിനെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഓസ്കറിനോട് പറയും, അല്ല ഓസ്കർ, നിന്റെ മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നു, നിന്റെ കാണാതെ പോയിട്ടുള്ള സഹോദരൻ അതുപോലെ തന്നെ തിരിച്ചു വന്നുവെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തിയോ ഇങ്ങനെ എത്തി നോക്കുന്നതും, ഓ ഇതാണ് ആ ഒരു പയ്യൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓസ്കർ പറയുന്നത്, ഓ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു, അത് വെറുതെ മുത്തശ്ശിക്ക് പ്രായമായതുകൊണ്ട് എല്ലാം തെറ്റിപ്പോയതാണ്, ഇതൊരിക്കലും എൻ്റെ സഹോദരനല്ല, എൻ്റെ കസിൻ്റെ മകനാണ് എന്ന് പറയുന്നതും, ഓ അതല്ലേ ഞാൻ നോക്കുന്നേ, ശരി മോനെ, മോൻ്റെ പേരെന്താ എന്ന് ആ ഒരു ലേഡി ചോദിക്കുമ്പോൾ തിയോ പറയും, എൻ്റെ പേര് ഡിയാഗോ ഹെർണാൾഡോ. എന്തേ, ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള മർഡോണയെ പോലെയല്ലേ എന്ന് പറയുമ്പോഴാണ് ആ ഒരു ലേഡി പറയുന്നത്, അതിന് മർഡോണ മരിച്ചിട്ട് കുറേ കാലമായല്ലോ, അയാളെ പറ്റിയല്ലേ നീ പറയുന്നേ എന്ന് പറയുന്നതും തിയോ വിട്ടെന്ന്, എന്ത് മർഡോണ മരിച്ചു പോയെന്നു? അപ്പോൾ നമ്മുടെ ഓസ്കർ ശരി ശരി മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഓസ്കർ, മർഡോണ മരിച്ചുപോയോ, എന്തുകൊണ്ട് നീ ഈ ഒരു കാര്യം എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് തിയോ ഇപ്പോൾ കരയാൻ തുടങ്ങുന്നതും ഓസ്കർ പറയും, തിയോ വെറുതെ ഇരുന്ന് കരയാതെ എത്രയും പെട്ടെന്ന് 1989 പോയുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്, ശരി അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു റൂമിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഓസ്കർ ബാക്കിയുള്ള പോർട്ടലുകൾ എവിടെയായിരിക്കും എന്നുള്ള ആ ഒരു കാര്യം അവൻ ഈ ഒരു ബോർഡിൽ കാൽക്കുലേറ്റെല്ലാം ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് തിയോ പറയുന്നത്, ഓസ്കർ, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ അമ്മയുടെ ആ ഒരു ലിസ്റ്റിലുണ്ടാവും. എന്താ അമ്മയുടെ ലിസ്റ്റോ? അതെവിടെ ഇരിക്കുന്നേ? അത് ഞാൻ അന്ന് തന്നെ ആ ഒരു ഡിക്ഷണറിയിൽ എടുത്ത് മടക്കി വെച്ചിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റിനെ പറ്റി തന്നെ ഓസ്കറിന് അറിയത്തില്ല. അപ്പോൾ തിയോ പറയും, അത് ഞാൻ നിന്നോടുള്ള ആ ഒരു ദേഷ്യം കാരണം നീ കാണാതിരിക്കാൻ വേണ്ടി അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചതാണ്, ഇതുവരെ നിന്റെ കയ്യിൽ കിട്ടിയില്ല. എന്നിട്ട് എന്തുകൊണ്ട് തിയോ നീ എന്നോട് ആ ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞില്ല? ശരി ബാ നമുക്കത് എവിടെയെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓസ്കർ നേരെ അവൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല മുത്തശ്ശി, നമ്മുടെ പഴയ ഡിക്ഷണറിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, അതിവിടെ നിങ്ങളാരും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാം പഴയ കാര്യങ്ങളായതുകൊണ്ട് ഞാനെടുത്ത് എലീനയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു, അയാളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇത് കേട്ട ഓസ്കർ പറയും, തിയോ നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്തായാലും എലീനയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു ഡിക്ഷണറി എല്ലാം വാങ്ങിയിട്ട് വരാം, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് പ്രശ്നമാവും, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ് ഓസ്കർ വെളിയിലേക്ക് പോവാണ്. പക്ഷെ തിയോ ആണെങ്കിലോ ഓസ്കർ പറയുന്ന ഒന്നും കേൾക്കാതെ അവിടെയുള്ള വലിയ വലിയ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇതിനകത്തേക്കെല്ലാം കയറി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണുകയാണ്. അതേപോലെ തന്നെ മറ്റേ VR ഗെയിം പ്ലേ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു ഡിവൈസ് അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഗെയിമെല്ലാം കളിക്കുന്നു. കളിച്ച് അവിടെയുള്ള സാധനങ്ങളെല്ലാം ഇടിച്ചങ്ങ് തകർക്കും. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഓസ്കറിനെ വിളിച്ചിട്ട് അവൻ തകർത്ത ആ ഒരു സാധനങ്ങളുടെ ബില്ലെല്ലാം അവനെ കൊണ്ട് തന്നെ പേ ചെയ്യിക്കുന്നു. തിയോ, ഞാൻ പറയുന്നത് കുറച്ചുകൂടി നീ കേൾക്കത്തില്ലേ? നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? ശരി ബാ നമുക്ക് എന്തായാലും എലീനയുടെ അച്ഛൻ്റെ ആ ഒരു കടയിലേക്ക് പോവാന്ന് പറഞ്ഞ് തിയോനെ കൂടി നേരെ അവിടേക്ക് പോവാണ്. അതുമല്ല തിയോട് പറയുന്നുണ്ട്, അവിടെ ചെന്ന് ദയവ് ചെയ്ത് നീ വാ തുറക്കരുത് എന്ന് പറഞ്ഞ് എലീനയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല എൻ്റെ മുത്തശ്ശി നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ തന്നിരുന്നല്ലോ, അതിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു ഡിക്ഷണറിയും കാര്യങ്ങളാണോ? അതിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, വേണമെങ്കിൽ എന്തായാലും അവിടെ പോയി എടുത്തോ എന്നിങ്ങനെ പറയുമ്പോൾ കറക്റ്റ് സമയത്ത് അവിടേക്ക് നമ്മുടെ എലീന കയറി വരും. എലീനയെ കാണുമ്പോൾ തന്നെ തിയോ പറയും, അല്ല ഈ ഒരു ലേഡിയെ കണ്ടിട്ട് എന്താ എലീനയെ പോലെ ഇരിക്കുന്നേ? ഇതാണോ എലീന? കാണാനായിട്ട് തന്നെ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ എലീന പെട്ടെന്ന്, അല്ല ഇതാരാ ഈ ഒരു പയ്യൻ? അപ്പോൾ ഓസ്കർ പറയും, ഇതെൻ്റെ കസിൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ
എലീനയുടെ അച്ഛൻ പെട്ടെന്ന് തീയോനെ കണ്ടിട്ട്, അല്ല നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ, അതും കൂടെ ഈ ഒരു ശബ്ദവും എവിടെയോ കേട്ടിട്ടുള്ളതുപോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓസ്കർ പറയും, അങ്കിൽ കൂടുതലൊന്നും ആലോചിക്കണ്ട, അതെൻ്റെ കസിൻ്റെ മകനാണ്. ശരി, ഇപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു ഡിക്ഷണറി എവിടെ ഉണ്ടെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ എലീന പറയും, അങ്ങനെയാണെങ്കിൽ ഞാനും വീട്ടിലേക്ക് വരാം, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എലീന ഇവരെയും കൊണ്ട് വീടിനകത്തേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ എലീനയ്ക്ക് ഈ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു പയ്യനും ഒരു പെണ്ണുമാണ്. അവർ രണ്ടുപേരും വീഡിയോ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീയോ ഇത് കണ്ടിട്ട്, ഓ ഇതാണോ ഗെയിം, സൂപ്പറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്ന് അവരോടൊപ്പം ഇരുന്ന് കളിക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ഓസ്കർ ആണെങ്കിലോ ആ ഒരു ഡിക്ഷണറി ബുക്ക് അവിടെ എല്ലാം നോക്കി അവസാനം കണ്ടുപിടിച്ചിട്ട് അതിനകത്തുള്ള ആ ഒരു ലിസ്റ്റ് അതെടുത്ത് പോക്കറ്റിലേക്ക് വെക്കും. എന്നിട്ട് തീയോട് പറയും, തീയോ ബാ നമുക്ക് പോവാം, ലിസ്റ്റ് കിട്ടിയെന്ന് പറയുന്നതും എലീന പറയും, അവൻ ചെറിയ പയ്യനല്ലേ, കുറച്ചു നേരം കുട്ടികളോട് ഇരുന്ന് കളിക്കട്ടെ, നീ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തീയോ ആ ഒരു എലീനയുടെ കുട്ടികളായിട്ട് കളിക്കുവാണല്ലോ. പക്ഷെ അവരാണെങ്കിലോ തീയോനെ നല്ലതുപോലെ കളിയാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവൻ ഈ ഒരു പഴയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതറിയാത്തത് കൊണ്ടാണ് അത് പറഞ്ഞ് തീയോനെ ഇവർ കളിയാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തീയോയും ഓസ്കാറും നേരെ വീട്ടിലേക്ക് വന്ന് ആ ഒരു ലിസ്റ്റിലുള്ള ഓരോ അഡ്രസ്സുകളായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഈ അഡ്രസ്സിലുള്ള ഓരോ സ്ഥലത്തും അമ്മ ചിലപ്പോൾ ആ ഒരു ടൈം പോർട്ടലുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അവിടെ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് ചെന്നിട്ട് ഇവരവിടേക്ക് ചെന്ന് കല്ലെല്ലാം താഴേക്കിട്ട് നോക്കുമ്പോൾ അതുപോലെ പോർട്ടലുകളൊന്നും അവിടെ ഓപ്പൺ ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവൂ. ഇപ്പോൾ ഒരുപാട് കണക്കുകളും കാര്യങ്ങളെല്ലാം എഴുതി അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവൻ്റെ അമ്മ എഴുതിയ ആ ഒരു ലിസ്റ്റിൽ ഒരുപാട് നമ്പറുകളും ഡീകോഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇവർ ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കറക്റ്റ് അഡ്രസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്, ഇനി തെറ്റായിട്ടാണോ പോകുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടി. അപ്പോഴാണ് നമ്മുടെ തീയോ ഓസ്കാറിനോട് ചോദിക്കുന്നത്, അല്ല ഓസ്കാർ, നീ എപ്പോഴും ഇതുപോലെ ഒറ്റയ്ക്ക് തന്നെയാണോ കഴിയുന്നത്? അന്നും നീ എങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അല്ല മറ്റൊരു കാര്യം ചോദിക്കട്ടെ, എലീനയുടെ കല്യാണം കഴിഞ്ഞു, നിനക്കാണെങ്കിൽ അവളെ ഇഷ്ടമല്ലായിരുന്നു, എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് അവളെ ഇഷ്ടം തന്നെയായിരുന്നു, പക്ഷെ ഒരിക്കലും പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലോ അവൾക്ക് ഡിവോഴ്സായി. ഈ ഒരു അവസരത്തിൽ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് അത് കഴിയുന്നില്ല. എനിക്കിപ്പോഴും അതേ പേടിയുണ്ടെന്ന് പറയുമ്പോൾ തീയോ വെട്ടുന്ന്, ഓ അങ്ങനെയാണല്ലേ, ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓസ്കാർ അറിയാതെ അവൻ്റെ ഫോൺ എടുത്ത് അതിൽ നിന്ന് എലീനയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇതുപോലെ എൻ്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി വയ്ക്കുന്നുണ്ട്, നീ നിൻ്റെ ഫാമിലി എന്തായാലും അവിടേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് തന്നെ അയക്കുന്നത്. അത് കാരണം എലീന അവളുടെ ഫാമിലിയെ കൂട്ടി നേരെ ഓസ്കറിൻ്റെ വീട്ടിലേക്ക് വന്ന് ആ ഒരു ഡോർ തട്ടുന്നതും ഓസ്കർ വന്ന് കഥ തുറന്നിട്ട്, അല്ല നിങ്ങളെല്ലാം എന്താ ഇവിടെ, നിങ്ങളാരെ എവിടേക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നീയല്ലേ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത് ഇതുപോലെ പാർട്ടിയെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ട തീയോ നേരെ വെളിയിലേക്ക് വന്നിട്ട്, അതെ അതെ ഓസ്കർ തന്നെയാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്, ബാ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് ഇവരെ കൂട്ടി അകത്തേക്ക് പോകുന്നു. അപ്പോഴും തന്നെ ഓസ്കറിന് മനസ്സിലായി ഇത് തീയോ തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി വെറുതെ ഇരിക്കാതെ ഇവരോട് പറയും, ദേ കണ്ടോ, കാണാതെ പോയ തീയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു, അതും അവനെ കാണാതെ പോയപ്പോൾ അവൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തിരിച്ചു വന്നു എന്ന് ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഓസ്കർ ഇവിടുന്ന് ഇടയിൽ കയറിയിട്ട്, അതായത് മുത്തശ്ശി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ പേര് ഡിയാഗോ അർണാൾഡോ എന്നാണ്, അതിനെ ചുരുക്കത്തിൽ വിളിക്കുന്ന പേരാണ് തീയോ എന്ന്. കൂടാതെ അവൻ എൻ്റെ സഹോദരനല്ല, എൻ്റെ കസിൻ്റെ മകനാണ് എന്ന് പറയുമ്പോൾ എലീനയുടെ അച്ഛൻ വീണ്ടും നമ്മുടെ തീയോനെ കൈ കാണിച്ചിട്ട്, ഇത് നോക്ക്, ഈ ഒരു പയ്യനെ ഞാൻ വീണ്ടും, അല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഒരു പയ്യനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചാണെന്ന് എനിക്ക് ഒട്ടും ഓർമ്മയില്ല എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ എലീനയും ഓസ്കാറും തനിയെ ഒരുപാട് നേരം ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നു. എലീന ആണെങ്കിൽ തീയോക്ക് ഈ ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ തീയോ അവൻ കുട്ടിക്കാലത്ത് പറയുന്ന ആ ഒരു കമന്ററി ഉണ്ടല്ലോ, മർഡോണ ഫാനായിട്ടുള്ള തീയോ ഇപ്പോൾ ബാൾ കൊണ്ടുവരികയാണ്, ഇപ്പോൾ ഗോൾ അടിക്കാൻ പോവാണ് എന്നുള്ള ആ ഒരു കമന്ററി പറയുന്നത് കേൾക്കുന്നതും എലീനയ്ക്ക് ഈ ഒരു കമന്ററി നല്ലതുപോലെ തന്നെ അറിയാം, കാരണം അത് പറയുന്ന ഒരേ ഒരാൾ തീയോ മാത്രമാണ്. ഇത് കേട്ട എലീന പതിയെ തീയോയുടെ അടുത്തേക്ക് ചെന്നിട്ട്, തീയോ സത്യം പറയും, ഇത് നീയാണോ? കുട്ടിക്കാലത്ത് നിന്നെ കാണാതായിട്ട് ഇപ്പോൾ എന്താ നീ ആ ഒരു പ്രായത്തിൽ തന്നെ കുറച്ചുകൂടി വളരാതെ ഇതുപോലെ തന്നെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് തീയോ പറയുന്നത്, കാരണം ഞാൻ എൻ്റെ അമ്മ കണ്ടുപിടിച്ച ഒരു ടൈം പോർട്ടലിലേക്ക് ചാടി എഴുന്നേൽക്കുമ്പോൾ 2022 ഞാൻ വന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും എലീനയെ കൊണ്ട് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി ഓസ്കാറിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, അതെ അവൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം പോർട്ടലുണ്ടായിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ വന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോർട്ടൽ വഴിയാണ് 1989 നിന്നും 2022 തീയോ വന്ന ആ ഒരു പോർട്ടൽ. പക്ഷെ 2022 ഈ ഒരു പോർട്ടൽ എന്തായാലും വർക്കാവുന്നില്ല. അവന് തിരിച്ച് 1989 പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പോർട്ടൽ എന്തായാലും ഇവിടെ ഉണ്ടാവും, അത് നമ്മൾ കണ്ടുപിടിക്കണം.
അങ്ങനെയാണെങ്കിൽ തിയോനെ തിരിച്ച് പറഞ്ഞയക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം എലീനയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു പോർട്ടൽ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നല്ലതുപോലെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും ഒരുപാട് സമയം ഒരുമിച്ച് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എലീന വരുന്ന എല്ലാ ദിവസവും ഓസ്കാർ നല്ലതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് അവളോട് നല്ലതുപോലെ സംസാരിക്കുന്നു. കാരണം അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് എലീന ഇപ്പോൾ ഓസ്കാറിനോട് പറയുന്നത്, അല്ല ഓസ്കാർ, തിയോ ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവിടേക്ക് വന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ലൈനിൽ ഒരു മാറ്റവും സംഭവിക്കാതെ നീ സാധാരണ ഒരു ജീവിതം ജീവിച്ചു, നിന്റെ സഹോദരനില്ലാതെ. ഞാനാണെങ്കിൽ കല്യാണം കഴിച്ച് എനിക്ക് 2 കുട്ടികളായി. ഒരുപക്ഷെ നമ്മൾ തിയോയെ തിരിച്ച് ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈം ലൈനിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഇനിയിപ്പോൾ എനിക്ക് കല്യാണം ആവാതെ എൻ്റെ ലൈഫ് വേറൊരു രീതിയിലാവൂ? എനിക്കൊരിക്കലും അത് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ എൻ്റെ 2 കുട്ടികളെയും അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അതിലൊരു മാറ്റവും സംഭവിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഓസ്കർ പറയും, ഏയ് അതൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ടൈം ലൈനിൽ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തിയോട് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ തിയോ ഒളിച്ചു നിന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എലീനയ്ക്ക് അവളുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയും ജീവനാണെന്നുള്ള കാര്യം തിയോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ ആ ഒരു ടൈം ലൈനിൽ ഒരു കാര്യം അവൻ ചെയ്യത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ തിയോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓസ്കർ കണ്ടുപിടിച്ച ചില ഇക്വേഷൻസ് ഉണ്ട്, അവൻ്റെ അമ്മയുടെ ആ ഒരു ലിസ്റ്റ് വെച്ച് കണ്ടുപിടിച്ചത്. അതിലൊരു പേപ്പർ നമ്മുടെ തിയോ എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ കൊണ്ടുവരുന്നത് ഹെലീനയുടെ മക്കളുടെ അടുത്തേക്ക്. എന്നിട്ട് അവരോട് പറയും, ഇത് നോക്ക് ഗൈസ്, ഞാൻ പാസ്റ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്, 1989 നിന്നും. അതുകൊണ്ടാണ് നിങ്ങൾ കളിക്കുന്ന ആ ഒരു ഗെയിമൊന്നും എനിക്ക് കളിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ ടെക്നോളജി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സഹായം എന്താണെന്നറിയോ? നിങ്ങളുടെ ആ ഒരു ടെക്നോളജി വെച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയും. അവർ കണ്ടുപിടിച്ച ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് നമ്മുടെ തിയോയെ ആ 2 കുട്ടികളും കൊണ്ടുവരികയാണ്. അങ്ങനെ അവിടെ വരുമ്പോഴത്തേക്കും അതൊരു കടലിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെയാണ് മറ്റൊരു പോർട്ടലുള്ളത്. അപ്പോൾ തിയോ പറയും, ശരി, ഇവിടെ നിന്നും താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ 1989 എൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പാസ്റ്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് തിയോ പെട്ടെന്നെടുത്ത് അതിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. കൂടെ ആ 2 കുട്ടികളും അവരും എടുത്ത് ചാടുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്, വെറുതെ ആ ഒരു ബീച്ചിൽ കുളിക്കാനായിട്ടായിരിക്കും വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരും വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അത് കഴിഞ്ഞ് ഇവർ കരയിലേക്ക് കയറുമ്പോഴത്തേക്കാണ് ആ ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ഇത്രയും നേരം അവരുടെ ചുറ്റിനുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങുകളൊന്നും കാണാനില്ല. കാരണം വേറെ ഒന്നല്ല, ഇവർ ആ ഒരു പാസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് എലീനയുടെ മക്കള് നല്ലതുപോലെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കണ്ട് ഷോക്കാവാൻ എന്താ, ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് വെൽക്കം ടു 1989 എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും കൂട്ടി ഇവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ വരുമ്പോഴത്തേക്കാണ് അടുത്തൊരു ട്വിസ്റ്റ്. ഇത് നമ്മുടെ തിയോയ്ക്കും കാണുന്ന നമുക്ക് ഒരു വലിയ ട്വിസ്റ്റായി പോവും. കാരണം ഇവർ വന്നിരിക്കുന്ന ആ ഒരു കാലഘട്ടം 1989 അല്ല, പകരം കുറച്ചുകൂടി പാസ്റ്റിലേക്കാണ് ഇവർ പോയിട്ടുള്ളത്. 1949 ഇവരിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എലീനയുടെ മക്കളാണെങ്കിലോ, നീ ഞങ്ങളെ 1989 കൊണ്ടുവരാന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ 1949 ആയല്ലോ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തിയോയ്ക്കും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ നമ്മൾ തെറ്റായിട്ടുള്ള പോർട്ടലിലായിരിക്കും ചാടിയത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇവർ 3 പേരും അവിടെ നിൽക്കുമ്പോൾ ഇവിടെ 2022 എലീന ഓസ്കറിനെ വിളിച്ചിട്ട് അവളുടെ കുട്ടികളെ 2 പേരെ കാണാനില്ല എന്നുള്ള കാര്യം പറയുന്നു. ഓസ്കർ ആണെങ്കിലോ തിയോനെ കാണാനില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി തിയോ എന്തായാലും ഏതോ ഒരു പോർട്ടൽ വഴി 1989 പോയി കാണും. പക്ഷെ എന്തിനാ തിയോ അവര് 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയത്? അതാണ് എനിക്ക് അറിയാത്തത്. ശരി, എന്തായാലും നമുക്കത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റെഡിയാവുകയാണ്. ഇവിടെ നമ്മുടെ തിയോ കൂട്ടിക്കൊണ്ടുവന്നതോ 1949. കൂടാതെ ഇവർക്ക് 3 പേർക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിലെ പൈസ അവരുടെ കയ്യിലില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ തിയോ ഒരു ഐഡിയ ആലോചിച്ചിട്ട് പറയുന്നത്, ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്ട്രീറ്റിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാം, അങ്ങനെയാണെങ്കിൽ കുറച്ച് പണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എലീനയുടെ മകളുടെ ചെവിയിൽ ഇയർഫോൺ ഉണ്ടല്ലോ, ബ്ലൂടൂത്ത് കണക്ഷനുള്ള, അത് വെച്ചിട്ട് അവളുടെ സഹോദരൻ കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ മാറിയിരിക്കും. അപ്പോഴേക്കാണ് നമ്മുടെ തിയോ ഒരു ബോർഡിൽ മാജിക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് വന്നിട്ട്, ഹേയ്, ഈ ഒരു പെൺകുട്ടിക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു സിദ്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് കണ്ണടച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ട്, ശരി, ആരെങ്കിലും ഈ ഒരു ബോർഡിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുത്, അതെന്താണെന്ന് അവൾ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരുമെന്നും പറഞ്ഞിട്ട് ആ ഒരു ബോർഡിൽ ആ ഒരു കാര്യം എഴുതി അതെടുത്ത് ആൾക്കാർക്ക് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും. ആ ഒരു സ്ഥലത്താണല്ലോ ആ ഒരു പെൺകുട്ടിയുടെ സഹോദരൻ ഇരിക്കുന്നത്. അവൻ ഈ ഒരു കാര്യം കണ്ടിട്ട് ഫോണിലൂടെ അതെന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവളാണെങ്കിൽ കണ്ണു തുറന്ന് ഈ പേരെന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ളവർക്ക് അതെന്തോ വലിയൊരു അത്ഭുതം പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും പണം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പെർഫോമൻസ് ഇവർ കാഴ്ചവെക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാരുണ്ടല്ലോ, ആ കാലഘട്ടത്തിലുള്ള അവരിങ്ങനെ വരികയാണ്. അവരെ കാണുന്നതും തിയോ പെട്ടെന്ന് അവരോട് പറയും, ഹേയ്, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, നമുക്ക് പോവാന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം വിസിലിങ്ങനെ അടിക്കും.
എന്നിട്ട് ഇവരെ കൂട്ടി അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. കാരണം ആ ഒരു കാലഘട്ടത്തിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇതുപോലെ സ്ട്രീറ്റിൽ പെർഫോമൻസ് ഒന്നും നടത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പോലീസ് വന്നതും ഇവരവിടെ നിന്ന് ഓടിപ്പോയത്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഇവരങ്ങനെ ഓടിപ്പോകുമ്പോൾ ഇവരെ ഫോളോ ചെയ്ത ആൾക്കൂട്ടത്തിലുള്ള ഒരുത്തൻ ഇവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അവൻ ആരാണെന്ന് നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെ മൂന്നുപേരെയും ഒരു വണ്ടിയിൽ കയറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവാണ്. ഇവൻ ആരാണ് എന്താണ് ഒന്നും അറിയാതെ അവർ മൂന്നുപേരും അവൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതേസമയം 2022 കാണിക്കുമ്പോൾ നമ്മുടെ എലീനയും ഓസ്കറും ഒരു വിധത്തിൽ അതെല്ലാം ഡീകോഡ് ചെയ്ത് ഒരു പോർട്ടൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു പോർട്ടലായിരിക്കണം 1989 പോകാനായിട്ടുള്ള ആ ഒരു പോർട്ടൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കല്ലെടുത്ത് താഴേക്കിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും അവിടേക്ക് പോയിട്ട് കുട്ടികളെ കണ്ടുപിടിച്ച് ഇവിടേക്ക് തിരിച്ചു വരാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു പോർട്ടലിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. കറക്റ്റായിട്ട് രണ്ടുപേരും എത്തുന്നത് 1989 തന്നെയാണ്. അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മുടെ എലീനയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവളുടെ കുട്ടിക്കാലവും ബാക്കി എല്ലാ കാര്യങ്ങളും അവൾക്ക് അവിടെ കാണാൻ കഴിയുമല്ലോ. അതും കൂടാതെ നമ്മുടെ തിയോനെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ ആ സ്ഥലത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ചെയ്തത് നമ്മുടെ ഓസ്കാർ തന്നെയാണ്. അതേസമയം 1949 കാണിക്കുമ്പോൾ ഇവരെ മൂന്നുപേരെ ഒരാൾ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. ഇപ്പൊ അവരെ കൊണ്ടുവരുന്നത് ഒരു തീവ്രവാദി കൂട്ടത്തിനടുത്തേക്കാണ്. ഒരിക്കലും ഇവര് മോശപ്പെട്ട ആളുകളല്ല. ഗവൺമെന്റ് നടത്തുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. അങ്ങനെ അവരുടെ അടുത്തേക്കാണ് ഇവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിന്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവരുമ്പോൾ അതിലുള്ളൊരു ലീഡ് ചോദിക്കും, അല്ല ഈ ഒരു കുട്ടികളെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നേ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഞാനിവരെ കടത്തിക്കൊണ്ട് വന്നതെന്നല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോഡ് വേർഡില്ലേ അത് ഈ ഒരു ചെറിയ പയ്യനറിയാം, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ തിയോ ചോദിക്കും, എന്ത് കോഡ് വേടോ? അതെ, നീ വ്യത്യസ്തമായിട്ട് ആ ഒരു വിസിലടിച്ചില്ലേ, അത് തന്നെയാണെന്ന് പറയുമ്പോൾ, അതോ അതെൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നാണ്, ഞാനും എൻ്റെ മുത്തശ്ശിയും കുട്ടിക്കാലത്ത് ഇതുപോലെയാണ് വിസിലടിച്ച് കളിക്കുന്നത് എന്നുള്ള കാര്യം തിയോ പറയുന്നതും ഇവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു ഗ്രൂപ്പ് ആണെങ്കിലോ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ആ ഒരു കോഡ് വേർഡ് എന്താണെന്ന് തന്നെ മനസ്സിലാക്കിയതും ഇവർക്ക് ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തതും. ഇതെങ്ങനെ ഈ ഒരു ചെറിയ പയ്യന് മനസ്സിലായി? അപ്പോഴാണ് അവിടേക്ക് ഒരു ലേഡി വന്നിട്ട്, അല്ല ഇതാരാ ഈ ഒരു 3 കുട്ടികൾ, ഇവരിവിടേക്ക് ആരാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ തിയോ ആ ഒരു സ്ത്രീയെ കാണുന്നതും അവനൊരു കാര്യം മനസ്സിലായി. അവൻ ഓടി ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. അത് വേറെ ആരുമല്ല, തിയോടെ ആ ഒരു മുത്തശ്ശി തന്നെയാണ്. കാരണം ഒരു പാസ്റ്റിലേക്ക് വന്നതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇപ്പോൾ ചെറുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ തിയോയ്ക്ക് ആ ഒരു കോഡായിട്ടുള്ള വിസിൽ ശബ്ദവും അറിയുന്നത്. പക്ഷെ അവൻ്റെ മുത്തശ്ശിയോട് ഒരിക്കലും പറയത്തില്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും. അവൻ ഓടിച്ചെന്ന് അവൻ്റെ മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തിയോനെ ആ 2 കുട്ടികളെയും അവരോടൊപ്പം തന്നെ നിർത്തുകയാണ്. അതേസമയം ഇവിടെ 2022 നിന്നും 1989 ഓസ്കർ എലീനയും വന്നല്ലോ. പക്ഷെ ഇവർ ആ ഒരു വീടിനകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അതുപോലെ അവിടെയുള്ള പോസ്റ്ററും മാറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തിയോയും നിന്റെ മക്കളും ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടില്ല, അവർ മറ്റൊരു കാലഘട്ടത്തിലേക്കായിരിക്കും പോയിട്ടുള്ളത് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും തിയോയുടെ റൂമിലേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് റൂമിനകത്തേക്ക് ആരോ കയറി വരുന്നു. ഈ ശബ്ദം കിട്ടി രണ്ടുപേരും അടുത്തുള്ള ആ ഒരു കബോർഡിലേക്ക് കയറി ഒളിച്ചിരിക്കും. അപ്പോഴാണ് ആ ഒരു റൂമിലേക്ക് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, ഓസ്കർ തന്നെയാണ്. തിയോനെ കാണാതായതിനു ശേഷം അവൻ നല്ല വിഷമത്തിലാണ്. ഇപ്പം ആ മുറിയിലേക്ക് വന്ന് അവൻ ബെഡിലേക്ക് കിടന്നിട്ട് തിയോനെ ആലോചിച്ചിട്ട് നല്ലതുപോലെ കരയുന്നുണ്ട്. ഇത് കണ്ട ഫ്യൂച്ചറിലെ ഓസ്കർ ആണെങ്കിലോ നല്ലതുപോലെ വിഷമിക്കും. അതുമല്ല പാസ്റ്റിലെ ഓസ്കർ ആണെങ്കിലോ കുറേ നേരം കരഞ്ഞ് അവിടെ കിടന്നങ്ങ് ഉറങ്ങാണ്. അങ്ങനെ അവ ഉറങ്ങിയതിന് ശേഷം ഇവർ രണ്ടുപേരും വെളിയിലേക്ക് വന്നിട്ട് വേറെ എന്തെങ്കിലും കിട്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം 1949 കാണിക്കുമ്പോൾ നമ്മുടെ തിയോയ്ക്കും ആ ഒരു കുട്ടികൾക്കും ഇവിടെ നിന്ന് എങ്ങനെ തിരിച്ചു പോകണമെന്നുള്ള ആ ഒരു കാര്യം അറിയത്തില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലായിട്ടും അത് കണ്ടുപിടിക്കാൻ, ആ ഒരു പോർട്ടൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവൻ്റെ മുത്തശ്ശിയോടൊപ്പമാണ് അവരിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇവർ 3 പേര് കഴിയുന്നുണ്ട് നല്ലതുപോലെ. അപ്പോഴാണ് നമ്മുടെ തിയോ ഇവരുടെ കയ്യിൽ ഒരു ക്യാമറ ഉള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇത് കണ്ട തിയോ പെട്ടെന്ന് അവൻ്റെ മുത്തശ്ശിയോട് പറയും, മുത്തശ്ശി നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് വാശി പിടിച്ച് നിർബന്ധം കാണിച്ച് അവസാനം തിയോ, എലീനയുടെ 2 കുട്ടികൾ, ഈ ഒരു മുത്തശ്ശി, ഇവർ 4 പേരും ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ അവരങ്ങ് എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് തിയോ ആ ഒരു ഫോട്ടോ വാങ്ങിയിട്ട്, മുത്തശ്ശി ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം, ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണം, ഒരു കാരണവശാലും നിങ്ങളത് ഉപേക്ഷിക്കരുത് എന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു ഫോട്ടോയിൽ എന്തൊക്കെയോ കോഡ് വാക്കുകൾ, ഇവരുള്ള ആ ഒരു വർഷം, ഇതെല്ലാം എഴുതിയതിന് ശേഷം അവൻ്റെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുന്നതും അതിനുശേഷമാണ് അവൻ്റെ മുത്തശ്ശി ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നത്. അതേസമയം ഇവിടെ 1989 നമ്മുടെ ഓസ്കർ എലീനയും ആ ഒരു വീട് മുഴുവനായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോയിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ 1949 ഇവരെല്ലാവരും എടുത്ത ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടല്ലോ, അത്
ആ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിൽ ഇങ്ങനെ മാറി വരികയാണ്. ഇത് മാറി വരുമ്പോൾ തന്നെ ഇവർക്ക് ആ ഒരു കാര്യം മനസ്സിലായി. തിയോയും എലീനയുടെ കുട്ടികളും 1949 പോയിട്ടുള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഫോട്ടോയിൽ അവരും വരത്തുള്ളൂ. അതുമല്ലാതെ തിയോ ആ ഒരു ഫോട്ടോയിൽ ആ ഒരു പോർട്ടലിലേക്കുള്ള കോഡും കൂടാതെ ഈ ഒരു വർഷവും എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു പോർട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി 1989 നിന്നും നമ്മുടെ തിയോ 2022 വന്നല്ലോ, ആ ഒരു പോർട്ടലിലേക്ക് ചാടി. അത് കഴിഞ്ഞ് നേരെ 2022 വരുന്നു. എന്നിട്ട് 2022 നിന്നും 1949 പോകാൻ വേണ്ടി തിയോ യൂസ് ചെയ്ത ആ ഒരു കടൽക്കരയിലുള്ള പോർട്ടൽ ഉണ്ടല്ലോ, അതുവഴി 1949 ഇവർ വരുന്നുണ്ട്. അങ്ങനെ കരയിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ടുപേര് തോക്കുമായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അവൻ്റെ മുത്തശ്ശിയുടെ ആൾക്കാരാണ്. എന്നിട്ട് ഇവരോട് ആ ഒരു കോഡായിട്ടുള്ള വിസിൽ ശബ്ദം അത് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓസ്കർ ആ ഒരു ശബ്ദം ഉണ്ടാക്കുന്നതും വേറെ ഒന്നല്ല, ഓസ്കറിന് അവൻ്റെ മുത്തശ്ശി ആ ഒരു വിസിലടിക്കുന്ന ശബ്ദം പഠിപ്പിച്ച് കൊടുത്തിരുന്നു. അതും കൂടാതെ ഈ രണ്ടുപേരെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് നമ്മുടെ തിയോ ആണ്. കാരണം തൻ്റെ സഹോദരൻ തന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരും എന്നുള്ള കാര്യവും അവൻ ഇവരോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഓസ്കാറിനെ അലീനയും നമ്മുടെ തിയോ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതും ഇവരെ കാണുമ്പോൾ തന്നെ ഓടി വന്നിങ്ങനെ കെട്ടിപ്പിടിക്കും. അതും കൂടാതെ തിയോ ഓസ്കാറിനോട് പറയുന്നുണ്ട്, ദേ ഇതാണ് നമ്മുടെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഓസ്കറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരിക്കലും ആ ഒരു മുത്തശ്ശിയോട് പറയത്തില്ല അവരുടെ കൊച്ചുമക്കളാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവാണ്. കാരണം ഇവിടെ നിന്ന് ആ ഒരു പോർട്ടൽ ഇവർക്ക് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു പോകണമല്ലോ, അതും 2022. അങ്ങനെ ഇവരുടെ മുത്തശ്ശി ഇവരെ എല്ലാവരെയും സേഫായിട്ട് തന്നെ ആ ഒരു വണ്ടിയിലേക്ക് കയറ്റിയിട്ട് എല്ലാവരും പോയിട്ട് വാന്നിങ്ങനെ പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു വണ്ടിയിലുള്ള ഡ്രൈവർ അവനിപ്പോൾ എന്തോ ഒരു ബണ്ണെടുത്ത് ഇവരുടെ മുത്തശ്ശി ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ മുത്തശ്ശിയാണെങ്കിൽ അത് നല്ലതുപോലെ മണത്ത് നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ അതിങ്ങനെ കഴിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഓസ്കാറിനും തിയോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. വേറെ ഒന്നുമല്ല, ഇവരുടെ മുത്തശ്ശനുണ്ടല്ലോ, ആ ഒരു മുത്തശ്ശനാണ് ഇവരുടെ അടുത്തിരിക്കുന്നതെന്ന്. കാരണം ഇവരുടെ മുത്തശ്ശി ഒരു സീനിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മുത്തശ്ശൻ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു ബണ്ണ് ആരും ഉണ്ടാക്കത്തില്ല എന്ന്. അങ്ങനെ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി ഈ ഒരു വണ്ടിയിൽ അവിടെ നിന്ന് പോകുന്നതും എലീന പുറകിലിരുന്ന് തൻ്റെ കുട്ടികളോട് പറയുന്നുണ്ട്, ആ ഡ്രൈവ് ചെയ്യുന്ന ആരാണെന്നറിയോ, ഇവരുടെ മുത്തശ്ശനാണ് എന്നുള്ള കാര്യം പറഞ്ഞ് അവർ വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ തിയോയും ഓസ്കാറും അവരുടെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ബണ്ണ് ഞങ്ങളുടെ മുത്തശ്ശിക്ക് കൊടുക്കാനായിട്ട് കുറച്ച് തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1949 നിന്നും ഇവർ ആ ഒരു ടൈം പോർട്ടൽ എങ്ങനെയോ കണ്ടുപിടിച്ച് 2022 തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ വന്ന ഉടനെ തന്നെ ആ ഒരു ബണ്ണുണ്ടല്ലോ അത് ഇവരുടെ മുത്തശ്ശിക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു മുത്തശ്ശി അത് കഴിച്ചു നോക്കിയിട്ട്, ഏയ് ഇതെൻ്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇവർ ആ ഒരു കാര്യം മാത്രം പറയത്തില്ല. അപ്പോൾ മരിക്കുന്നതിന് മുന്നേ ആ ഒരു മുത്തശ്ശിയുടെ ആഗ്രഹം എന്തായാലും സാധിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓസ്കാർ തിയോനെയും കൂട്ടി ആ ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിലേക്ക് വരികയാണ്. കാരണം ഇവിടെയാണ് 1989 പോകാനുള്ള ആ ഒരു പോർട്ടലുള്ളത്. അങ്ങനെ അവിടെ വന്നിട്ട് തിയോയോട് പറയും, ശരി നീ എന്തായാലും തിരിച്ചു പോ എന്ന് പറയുമ്പോൾ തിയോ പറയും, അപ്പോൾ തിയോ പറയും, അല്ല ഓസ്കാർ ഞാൻ ഇനി തിരിച്ചു പോകണം, എനിക്കാണെങ്കിൽ അവിടെ അച്ഛനും അമ്മയും ഇല്ല, ഇവിടെയാണെങ്കിൽ എൻ്റെ പേരൻ്റായിട്ട് നീയെങ്കിലും ഉണ്ട്, എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഓസ്കർ പറയും, ഹേയ് തിയോ നീ ഇല്ലാതെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയൂ, അതുകൊണ്ട് നീ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്, കാരണം എനിക്ക് നിന്നെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നല്ലതുപോലെ കരയുന്നുണ്ട്. കാരണം രണ്ടുപേർക്ക് പിരിഞ്ഞു പോകാനായിട്ട് നല്ല വിഷമമുണ്ട്. അങ്ങനെ ആ ഒരു പോർട്ടൽ വഴി നമ്മുടെ തിയോ ഇപ്പോൾ 1989 തന്നെ തിരിച്ചു വരുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഓസ്കർ തിയോനെ കണ്ടു ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ചോദിക്കും, അല്ല നീ എവിടെയാ പോയേ, എന്താ നിനക്ക് സംഭവിച്ചതെന്നല്ല ചോദിക്കുമ്പോൾ തിയോ ഇപ്പോൾ അവനോട് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്നെ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടുപോയി, അവരിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. സത്യമായിട്ടുള്ള ആ ഒരു കാര്യം അവൻ പറയത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഓസ്കർ ആണെങ്കിലോ അവൻ്റെ അമ്മയും കാണാതായി, സഹോദരനും കാണാതായി. ആ ഒരു ദേഷ്യത്തിൽ അവിടെയുള്ള ആ ഒരു ബുക്കെല്ലാം താഴേക്ക് തള്ളിയിടുമ്പോൾ തിയോ പറയുന്നുണ്ട്, ഹേയ് തിയോ നീ ദേഷ്യപ്പെടണ്ട, എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല, ഞാൻ ആ ഒരു പോർട്ടൽ വഴി നമ്മുടെ ഫ്യൂച്ചറിലേക്കാണ് പോയത്. പക്ഷേ നീ ഇത് വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവൻ ആദ്യം അത് വിശ്വസിക്കത്തില്ല. അത് സത്യം തന്നെയാണ്, ഞാൻ പാസ്റ്റിലേക്കും പോയി ഫ്യൂച്ചറിലേക്കും പോയി, ഫ്യൂച്ചറിൽ നീ പഠിച്ച് വലിയൊരാളായി ഒരു പ്രൊഫസറായിട്ടുണ്ട്, അതും കൂടാതെ നീയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ കാലഘട്ടത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മുടെ ഓസ്കർ അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് തിയോ പറയുന്നത്, ശരി നീ വിശ്വസിക്കത്തില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓസ്കറിൻ്റെ തന്നെ ഫോൺ 2022 നിന്നും അവൻ അറിയാതെ എടുത്തുകൊണ്ട് വന്നതാണ്. അതിലാണെങ്കിലോ ഇവരുടെ പഴയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഓസ്കറിന് മനസ്സിലായി ഇവൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന്. ഇത് നിന്റെ ഫോൺ തന്നെയാണ്, നെറ്റില്ലാത്തത് കൊണ്ടാണ് ഇത് ശരിയായിട്ട് വർക്ക് ചെയ്യാത്തത്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അത് കഴിഞ്ഞ് ഇവരുടെ ജീവിതം സാധാരണ രീതിയിൽ ഒരു മാറ്റമില്ലാതെ തന്നെയാണ് പോകുന്നത്. രണ്ടുപേരും ടൈം ട്രാവലൊന്നും യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഈ ഒരു ടൈം ലൈനിൽ തിയോ ഒരു
ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. സാധാരണ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അവിടെ നമ്മുടെ എലിയനയ്ക്ക് കല്യാണമാവുന്നു, അവൾക്ക് ഇതുപോലെ 2 കുട്ടികൾ ജനിക്കുന്നു, അതേപോലെ അവൾക്ക് ഡിവോഴ്സും ആവുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ തീയ ഓസ്കാറിനോട് പറയുന്നത്, ദേ ഇതാണ് കറക്റ്റായിട്ടുള്ള സമയം, ഇപ്പോഴെങ്കിലും നീ നിന്റെ ഇഷ്ടം അവളോട് പറയണം. അതുകൊണ്ടാണ് ഇപ്പോൾ 2022 ആകുമ്പോഴത്തേക്കും എലിയനയ്ക്ക് കറക്റ്റായിട്ട് ഡിവോഴ്സ് ആവുമെന്ന് തീയോയ്ക്ക് അറിയാം. ആ ഒരു കാലഘട്ടം വരെ അവളുടെ കുട്ടികളെ അവൾക്ക് വേർപിരിയാൻ കഴിയത്തില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തീയോ അവളുടെ ലൈഫിൽ ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. ഇപ്പോൾ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും ആ ഒരു കാര്യം ഓസ്കാറിനോട് പറയുന്നതും നമ്മുടെ ഓസ്കാർ എന്തായാലും അവൻ്റെ ഇഷ്ടം എലീനയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവരുടെ ലൈഫ് നല്ലതുപോലെ തന്നെ പോകുമെന്നും നമുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും ഒരു സീൻ കൂടി കാണിക്കുന്നുണ്ട്. ഒരുപാട് പാസ്റ്റിലേക്ക് ആരോ ഒരാളിങ്ങനെ ചാടി ഇറങ്ങുന്നു. അതും ആ ഒരു കാലഘട്ടത്തിലുള്ള ഡ്രസ്സേ അല്ല അവൾ ഇട്ടേക്കുന്നത്. ഈ ഒരു സീനിലൂടെ തന്നെ അത് ആരാണെന്ന് നിങ്ങൾ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. വേറെ ആരുമല്ല, നമ്മുടെ ഓസ്കറിനെ തീയോടെ അമ്മയുണ്ടല്ലോ, അവരാണ്. അവർ ആ ഒരു കാലഘട്ടത്തിലെ ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു പോർട്ടൽ വഴി ചാടിയപ്പോൾ ഒരുപാട് പാസ്റ്റിലേക്ക് പോയി. അപ്പോൾ ആ ഒരു ലേഡി പറയുന്നുണ്ട്, അയ്യോ ഞാൻ വലിയൊരു തെറ്റാണല്ലോ ചെയ്തത്, ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഇനി ടെക്നോളജിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനിനി എങ്ങനെ തിരിച്ചു പോവും എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഓസ്കറിനെ തീയുടെ അമ്മ എന്തായാലും ഒരു സയൻറ്റിസ്റ്റാണ്. ഈ കാലഘട്ടമാണെങ്കിലോ വളരെ പഴയതും. എന്തായാലും ഈ കാലഘട്ടത്തിലുള്ള എല്ലാ ആളുകൾക്കും ടെക്നോളജി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് ഇനി അവർ മുന്നോട്ട് പോവും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.